ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ലോക എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമുക്കിന്ന് ലോക എന്ന സിനിമയുടെ ടൈറ്റിൽ കാർഡ് ക്രിയേറ്റ് ചെയ്യാം. അഡോബ് ഫോട്ടോഷോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡോക്യുമെൻ്റ് സൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ റെസൊല്യൂഷൻ 300 കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട്. സ്ക്രീൻ കാണിച്ചുള്ള ലെയറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോക്ക് അൺലോക്ക് ഓപ്ഷൻ കിട്ടുന്നതാണ്. നമുക്ക് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലുള്ള ടി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ടൈറ്റിൽ വിസിബിൾ ആവും. നമ്മളിവിടെ ലോക എന്ന സിനിമയുടെ ടൈറ്റിലിന് യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് ബോൾഡ് എന്ന ഫോണ്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം നമുക്കിത് ടൈപ്പ് ചെയ്യാം. സെലക്ട് ചെയ്തുകൊണ്ട് ഫോണ്ട് കളറും ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബേജ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് Ctrl+A പ്രസ് ചെയ്ത് അതിനുശേഷം മൂവ് ടൂൾ പ്രസ് ചെയ്ത് അതിനെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, സെൻട്രലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ലെറ്റർ സ്പേസിംഗ് ആണ് അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെ VA എന്ന് കാണിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് -60 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടൈറ്റിലിൻ്റെ പ്രത്യേകത Oയും Kയും അടുത്ത് വരുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഓക്കെ ആകുന്നതുപോലെ ക്രമീകരിക്കാം. നമുക്ക് ഈ ഫോണ്ടിന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ലെറ്റർ എല്ലിൻ്റെ സൈഡിൽ താഴെ ബോട്ടം സൈഡിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ചെരിവ് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് സൂമിൻ ചെയ്ത് ലെറ്റർ എല്ല് മോഡിഫൈ ചെയ്യാം. സ്ക്രീനിൽ കാണിച്ചുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അതിൽ പോളിഗൺ ലാസോ ടൂൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലിൻ്റെ ബോട്ടം സൈഡ് ജസ്റ്റ് മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതാണ്. നമുക്ക് വൈറ്റ് ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് കളർ നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലോക്കയുടെ O എന്നുള്ള ലെറ്റർ ജസ്റ്റ് ഒരു കോർണർ കട്ടായ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ലെറ്റർ സ്പേസിങ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് കറക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് Ctrl+R പ്രസ് ചെയ്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ജസ്റ്റ് വരുത്താവുന്നതാണ്. ഓക്കെ, 4 ലൈൻസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ പോളിഗൺ ലാസോ ടൂൾ യൂസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് വേണ്ടാത്ത ഭാഗം നമുക്കത് കട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ടെക്സ്റ്റ് റാസ്റ്ററൈസ് ചെയ്താൽ മാത്രമേ ഡിലീറ്റ് ഒക്കെ പറ്റുകയുള്ളൂ. ജസ്റ്റ് കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ബോട്ടം സൈഡിൽ ഒരു റൗണ്ട് കർവായിട്ടാണുള്ളത്, അത് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ടൈറ്റിലിൻ്റെ താഴെ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ പൊസിഷൻ നമുക്ക് അലൈൻ ചെയ്യാം. ഇനി അടുത്തതായി ലെറ്റർ A നമുക്ക് മോഡിഫൈ ചെയ്യാം. അതിൽ വേണ്ടാത്ത പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നേരത്തെ യൂസ് ചെയ്ത പോളിഗൺ ലാസോ ടൂൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻ ടൂൾ യൂസ് ചെയ്തും ഇത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് ലെറ്റർ എയുടെ അടുത്ത് ഒരു ട്രയാങ്കിൾ പ്ലേസ് ചെയ്യണം. അതിന് ജസ്റ്റ് ട്രയാങ്കുലർ ടൂൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്യാം. അതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രോക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമുക്ക് പോളിഗൺ ലാസോ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം വേണ്ടാത്ത പോർഷൻസ്. ആ ലെയർ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ ഓവർലേ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം അതിനൊരു സ്ട്രോക്ക് കൊടുക്കണം. അതിൽ സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് സൈസ് 2 പിക്സൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അടുത്തതായി ലെറ്റർ ഓയുടെയും കെയുടെയും സെൻട്രലായിട്ട് നമുക്കൊരു സോഡിൻ്റെ PNG കൊടുക്കണം. ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റാക്കാം. അതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണം. ഒരു ഗ്രഞ്ച് എഫക്റ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ ഗ്രഞ്ച് ഹാഫ് ടോൺ എന്ന് സെർച്ച് ചെയ്താൽ കുറേ ഇമേജസ് അവൈലബിൾ ആണ്. അതിലേതൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ലെയറിൻ്റെ, അതായത് ഈ ടെക്സ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ ലെയേഴ്സൊക്കെ മേർജ് ചെയ്യാം. അതിനുശേഷം ഈ ഗ്രഞ്ച് ഇമേജ് ആ ടെക്സ്റ്റിൻ്റെ മുകളിലത്തെ ലെയറിലേക്ക് പ്ലേസ് ചെയ്യാം. ശേഷം ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പൊസിഷൻ നമുക്ക് Ctrl+T യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പോസിറ്റ് നമുക്ക് വേണ്ടുന്നതുപോലെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ടെക്സ്ചർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇറേസ് ചെയ്യാം. ഒഫീഷ്യൽ ടൈലിൽ നമുക്ക് ഇത്രയും ടെക്സ്ചർ ഇല്ല. അപ്പോൾ കുറച്ച് ഇറേസർ ടൂൾ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ സോഡിൻ്റെ ഇവിടെ നമുക്ക് മാജിക് ഇറേസർ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇമേജിലേക്ക് ഇത് ആഡ് ചെയ്യാം. Ctrl+T യൂസ് ചെയ്ത് ഇത് ട്രാൻസ്ഫോം ചെയ്യാം. Ctrl+A യൂസ് ചെയ്ത് നമുക്കിതിനെ സെൻട്രലൈസ് ചെയ്യാം.
ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ ഇമേജിലും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ടൈറ്റിലിൻ്റെ കളർ നമുക്ക് റെഡ് ആയിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.